ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും LS നേച്ചർ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ചുട്ടുപൊള്ളുന്ന വേനലിൽ ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയ ഒരു സംഭാരമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് നല്ല സംഭാരം തയ്യാറാക്കാനായി ഞാൻ 1 ലിറ്റർ പാല് തിളപ്പിച്ച് ഉറവൊഴിച്ച് തൈരാക്കി എടുത്തിട്ടുള്ളതാണിത്. ഇതിന് നമുക്ക് കടോല് കൊണ്ട് കലക്കി മോരാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തൈര് ഉടച്ചെടുക്കാം. എന്നിട്ട് കടോല് കൊണ്ട് ഇങ്ങനെ കലക്കി കളിക്കാം. ഈ തൈരിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. ഇനി ഇതുപോലെ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് നേരം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ വെണ്ണ തിരിഞ്ഞു വരും. ഞാൻ ആദ്യം എടുത്ത കലം ഒരു ചെറിയ കല്ലായിരുന്നു ഉറവൊഴിച്ച് വെച്ചിരുന്നത്. അതിൽ വെള്ളം ഒഴിച്ച് വന്നപ്പോൾ അതിൽ നിറഞ്ഞ കാരണം കൊണ്ട് ഞാൻ വലിയ കലത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ വെണ്ണ തിരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ തൈര് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് കലക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെണ്ണ തിരിഞ്ഞ് കിട്ടും. ഈ വെണ്ണ എടുത്തിട്ട് നമുക്ക് ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനൊക്കെ ഇതുപോലെ തന്നെയാണ് നെയ്യ് എപ്പോഴും വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത്. വെണ്ണ ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ വെണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെണ്ണ ഒരു പ്ലാവില ഉപയോഗിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടേക്കാം. നമുക്ക് ഇത്രയും വെണ്ണ കിട്ടിയിട്ടുണ്ട്. ഞാനിതേപോലെ തൈര് കലക്കി വെണ്ണ എടുക്കുന്ന സമയത്ത് പണ്ട് നമ്മൾ അമ്മേരെയൊക്കെ ചുറ്റും നിന്ന് വെണ്ണ കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ ഇപ്പം എൻ്റെ മോളുടെ കുട്ടികളൊക്കെ വന്നിട്ട് ഇതുപോലെ ചുറ്റും വന്ന് നിന്ന് വെണ്ണ കഴിക്കാറുണ്ട്. സംഭാരം തയ്യാറാക്കാൻ നമുക്ക് 4 ചുവന്നുള്ളി എടുക്കാം. ഇത് 4 കാന്താരി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു നാരകത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. 2 കതിര് വേപ്പില എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കൂടി ഒന്ന് ചതച്ച് കൊണ്ടുവരാം. നമുക്ക് ആദ്യം 2 ഗ്ലാസ് മോരെടുക്കാം. നല്ല പുളിയുള്ള മോരാണിത്. ഇത് ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഉള്ളി ചതച്ചിട്ട് കൊടുക്കുക. മുളക് ഇട്ട് കൊടുക്കുക. ഈ കാന്താരി മുളക് വീട്ടിൽ തന്നെ ഉണ്ടായ കാന്താരി മുളകാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ വേപ്പില ഇട്ട് കൊടുക്കുക. ഇതും വീട്ടിൽ തന്നെ ഉണ്ടായ വേപ്പിലയാണ്. ഇതൊന്ന് കയ്യിലിട്ടിട്ടൊന്ന് തിരുമ്മിയിട്ട് അതിലിട്ട് കൊടുക്കുക. പിന്നെ നാരകത്തിൻ്റെ ഇലയാണ്. ഇതും ഇതുപോലെ പൊട്ടിച്ച് ഇതിൻ്റെ ഞാരൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ
തിരുമ്പി കയ്യിലിട്ടും തിരുമ്മിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഇതൊരു സ്പൂൺ വെച്ച് ഇളക്കുക. ഇത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സംഭാരം റെഡിയായി. ഇത് ഈ ചൂട് സമയത്ത് ഇതേപോലെ സംഭാരം ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമ്മളെപ്പോഴും വിചാരിക്കുമല്ലോ തൈര് കഴിക്കുന്നത് ശരീരത്തിന് തണുപ്പ് കിട്ടുന്നു. ഡോക്ടർമാർ പറയുന്നത് തൈര് ചൂടാണെന്നും മോര് കഴിക്കുമ്പോൾ ശരീരത്തിന് തണുപ്പുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതിലുപോലെ കലക്കി വെള്ളം മാറ്റി കഴിഞ്ഞാൽ മോരായാൽ അത് ശരീരത്തിന് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ സ്ത്രീകൾക്ക് ആർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ചൂട് മാറ്റാനായിട്ട് മോര് ഇടയ്ക്കിടയ്ക്ക് മോര് കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ ചൂട് സമയത്ത് ഇതേപോലെ സംഭാരം ഉണ്ടാക്കി കഴിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.